Hello மக்களே, வெல்கம் டு சேனல் தமிழ் ஃபேமிலி ரியாக்ட்ஸ். நான் ஸ்வாதி பிரபாகர் வித் மீ மை ஹஸ்பண்ட் வாசு. வணக்கம். பார்ட் 1, 2 பார்த்திருப்பீங்கன்னு நினைக்கிறேன். பார்ட்ல நான் டிஸ்கிரிப்ஷன்ல லிங்க் ஷேர் பண்றோம், போய் பாருங்க. இப்போ பார்ட் 3 குள்ள போயிடலாம். ഹലോ, എന്തായി? വാട്ട്? എത്തിയിട്ടില്ലേ? ശരിക്കും നോക്കിയോ? ഓ ഓക്കെ, ചിലപ്പോ പുറപ്പെട്ടിട്ടുണ്ടാവില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒന്ന് ഹരിയുടെ അമ്മയൊന്ന് വിളിച്ചു നോക്കാം. ഓക്കെ, ശരി. ഹലോ ആൻറ്റി. ഹായ് പ്രതിഭ. അവൻ ഇന്നലെ ഒരുപാട് നേരത്തെ പോയിരുന്നു. ആ സൗണ്ട് ഒന്ന് കുറയ്ക്കു ശ്രീ. ഓക്കേ. എത്തിയില്ല. ലെവൽ ക്ലിയർ അവർക്ക്. അവൻ വേറെ എവിടെയും പോവാൻ ചാൻസ് ഇല്ല. ആർ യു ഷുവർ? ഒന്ന് ശരിക്കും അന്വേഷിക്കോ? ഓക്കെ. എന്തു പറ്റി? ഹരി ട്രിവാൻഡ്രം എത്തിയിട്ടില്ലാന്ന്. നാണി, 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 ഹരി, ബാഗ്, നാണി. ചെരുപ്പ് കെട്ടി അളിച്ചിരിക്കണെന്ന് നിனைக்கிறேன் അവനെ. குதிச்சுட்டான்னு நினைக்கிறேன். എന്തു പറ്റി? ഇത് പൊട്ടിപ്പോയി. എന്താ അതിന്റെ വിചാരം? എല്ലായിടത്തും ഈ ഓവർ കോൺഫിഡൻസ് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. തന്റെ ഈ ഓവർ സ്മാർട്ട്നെസ് കൊണ്ടൊരു ഗുണമില്ല. അവൻ ടെൻഷൻ ആയിട്ടാ ആക്ച്വലി. பேசுறாரு பாரு. ഇതേതാണോ സ്ഥലം? ஆக்சுவலா டென்ஷன் ஆயிட்டாரு அவரு. ஆமா. சிட்டிக்கு கோவம் வந்துச்சு. அப்படிதான் இருந்தது இப்ப. ഇറങ്ങ. ഓ എന്ത് കഷ്ടമാണ്. ഈ ഐ ടിക്കാർക്കും പോലീസുകാർക്കും മാത്രം ഹർത്താലൊന്നും ഇല്ലേ? ഡോ, താനിങ്ങ് വന്നേ. എന്താ എന്താ എടോ, കാര്യം? അവൻ ഇതുവരെ അവിടെ എത്തിയിട്ടില്ല. ആര്? ഹരി. ഹരിയോ? ആയുഷോ? ശ്ശോ, സാം പറഞ്ഞോ? അത് തന്റെ ഐഡിയ ആയിരുന്നില്ല ഇന്നലെ അവനെ തന്നെ അയക്കണമെന്ന്. താൻ തന്നെ അങ്ങ് പറഞ്ഞാ മതി. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനിയിപ്പോ എന്തോ ചെയ്യാനാ? அவர் வீட்டுக்கு கூட்டிட்டு போறாரோ? எர்ணாகுளம் அவர் ஊர் தான். எவ்வளவு கான்ஃபிடென்ட்டா முன்னாடி போறாரு பாரு. இருக்கலாம். അവിടുന്ന് ഒളിച്ചു വരുന്നു. அதனால நம்மளதான் தாண்டி வந்தோம். நம்ம ஒரு நாள் இதை பார்த்ததுலயே திருப்பி பாக்குறாரு நினைக்கிறேன். என்ன பாக்குறாங்கன்னு பார்க்க போறாரு. அவங்க ரசிக்கிறதே ஒரு ரசிக்கவே சொல்லலாம். அதான் வேற என்ன. இதை பார்த்து என்ன சந்தோஷப்படுறாங்கன்னு நினைக்கிறாரு. இப்ப நம்மளாம் அதை பார்த்தா போயிட்டு குஷி ஆயிடும். பட் அவருக்கு அங்கே இருக்கிறனால அதை என்ஜாய் கூட பண்ண தெரியல. இல்ல அதை விட மோனோட்டோனஸா വിളക്കി കുടിക്കുകയും ചെയ്യാം. அங்க பாரு டிஷ்யூ பேப்பர் எடுத்து இதை பண்ணிட்டு இருக்காரு. விரிச்சு போட்டு உட்காந்துட்டு இருக்காரு. சில்லுன்னு இருக்குள்ள தண்ணி. பாதி வழியில பின்னாடி போக முடியாது. நைஸா. மண்ணும் ஆகக்கூடாது இப்ப காலு. உட்கார்றதுக்கு ரெடி பண்றாருங்க. அப்பா எவ்வளவுதான் வச்சிருக்காரு. அதான் அது பேக் ஃபுல்லாவே டிஷ்யூ தான் இருக்கு. നമ്മളിപ്പോ എത്ര ദൂരം വന്നിട്ടുണ്ടാവും? ദൂരം എന്ന് പറയുമ്പോ ഫർലോങ്ങോ കിലോമീറ്ററോ അതോ പഴയ ആൾക്കാർ പറയുന്ന പോലെ കാതോ? കാതോ ആ, എന്ന് പറഞ്ഞ ചെവിയല്ലേ? ചെവിയല്ല, കാതം. കാതം കേട്ടിട്ടില്ലേ? ഈ ஆதம் 1000 കാതം அகலையாണെങ്കിലും മായാതെ മെക്ക മനസ്സിൽ அதான் நாட் 24 இங்க கால். மைல் சொல்ற மாதிரி அங்க காதம்னு நினைக்கிறேன். 16 കിലോമീറ്റർ. 5 மைல் 10 மைல் சொல்லுவாங்கல்ல. മക്കയ്ക്ക് ഇവിടുന്ന് വെറും 4060 കിലോമീറ്ററിലേ ഉള്ളൂ. 1000 കാതോന്ന് പറഞ്ഞാൽ 16,000 കിലോമീറ്റർ. ஓ പോവാ. പോവാ. கரெக்ட் தான்.
പക്ഷെ എങ്ങോട്ട്? നമുക്ക് വടക്കോട്ടല്ലേ പോകേണ്ടത്. വടക്കേതാ നിങ്ങൾ? 24. മൂപ്പരെ ആണെങ്കിൽ ഒട്ട് കാണാനും ഇല്ല. ഉം. ഇതെന്താ സ്ക്രൂ ഡ്രൈവർ സാധനങ്ങളൊക്കെ ആയിട്ട്? இடையில அமைக்கிறாரு. ஓகே. ஓ என்னது இது போட்டது? ஊசி மாதிரி இருக்கு. നോർത്ത് അതാ. ஓ ഇതെന്താ நார்த் 24 காத்தம். മാൻ വേഴ്സസ് വൈൽഡ്. അതെന്താ? അത് ബെയർ ഗ്രിൽസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാളുടെ ടിവിയിൽ വരുന്ന ഷോ ആണ്. வடக்குல 24 மைல் பா. യു തിങ്ക് ദിസ് ഇസ് தமிழ்ல. നിങ്ങളുടെ എല്ലാവരെയും പേഴ്സണൽ വെന്റാറ്റ തീർക്കാനുള്ള സ്ഥലമാണെന്ന് വിചാരിച്ചു. ഇഫ് യു ഡോണ്ട് നോ, യു എസിൽ അവരെല്ലാവരും നിങ്ങൾ എല്ലാവരെക്കാളും കൂടുതൽ ഹരിനെയാണ് വാല്യൂ ചെയ്തിട്ടുള്ളത്. ദേ ഈവൻ വാല്യൂ ഹിം മോർ ദൻ മീ. ഇഫ് എനിത്തിങ് ഹാപ്പൻസ് ടു ഹിം, ജോബ്സ് ആർ അറ്റ് സ്റ്റേക്ക്. ஓ നിങ്ങൾ അവരുടെ വീട്ടിൽ വിളിച്ചു നോക്കിയോ? അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഹരി പരവൂർ ഇറങ്ങിയെന്നാണ്. ബാഗേജ് തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. പറവൂർ ഇവിടെ അടുത്തല്ലേ? അത് ആ പറവൂരല്ല, കൊല്ലത്തിനടുത്തുള്ള പരവൂരാ. യു മീൻ കൊയിലോൺ? Yeah. I don't care if it's പറവൂർ or പറമ്പിക്കുളം. You better go find him right now. നിങ്ങൾ എങ്ങനെ പോകും? அப்ப இம்பார்ட்டன்ட் ஆள் நினைக்கிறேன் அவரு. എന്റെ ടൂ വീലറും ഉണ്ട്. So what are you waiting for? Go! അല്ലെങ്കിൽ wait. I'm coming. ஆஹா அந்த அளவுக்கு கிளைண்ட் கிட்ட பெரிய ஆள் நினைக்கிறேன் அவரு பண்ண மாதிரி. ഒരുപാട് കുന്നും മലയും കയറിയിട്ടുള്ള ശരീരമാണ്. என்னாச்சு? ஏதோ வருதுன்னு நினைக்கிறேன் அங்க இருந்து. யானை வருதோ? இவன் எதுக்கு ஓடுறா? அதானா ഓടിയത് அவங்கள துரத்திட்டு போலீஸ் போறாங்க. இவர் ஏமா வர்றாரு? செம்ம மியூசிக் போட்டிருக்காங்க பாய்க்க. இவரையும் பிடிச்சிட்டாங்களா என்ன? ஐயோ, ஏற்கனவே வழி மாதிரி வந்தாரு. வந்த வழியில இருந்து இன்னொரு வழியில போய் മാറ്റിட்டாரு அவரு. നീ ഇട്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ഇട്ടിട്ടുണ്ടോടാ? ഡാടാ ഇട്ടിട്ടുണ്ടോന്ന്? എന്ത്? ഷഡ്ഡി ബോക്സർ ഇട്ടിട്ടുണ്ട്. കാണിച്ചു കൊടുക്കടാ, എന്നതാ ചെയ്യേണ്ടത്. ஐயோ അനീഷേ, എഴുന്നേക്കടാ, അങ്ങോട്ട് മാറി നിൽക്കടാ, അഴിക്കടാ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, പിന്നെ എന്നാത്രടാ നീ ഓടിയത്? അനീഷേ, എന്നതാ അവൻ- ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. സാർ, എന്നതാ? ഞാൻ ചോദിക്കുമ്പോ മാത്രം ഉത്തരം പറഞ്ഞാ മതി. ഈ ബാഗിൽ എന്നാടാ? അത് അനീഷേ, ഇങ്ങോട്ട് താടാ. ஐயோ ஆன் பண்ணிட்டாரு. ഇവനൊരു മെഡിക്കൽ റെപ്പാന്നാ തോന്നുന്നു സാറേ. ആണോടാ? மெடிக்கல் இருப்பா. ഒറ്റ ചവിട്ട് വെച്ചെന്നാലുണ്ടല്ലോ. மெடிக்கல் ட்ரிப் இல்லைங்க. മോനെ അഴിക്കടാ, അഴിക്കടാ റപ്പേ. ஐயோ போச்சு, போன் இருக்கு. ആഹാ, ഇതുവഴി പോയാ കോട്ടയത്ത് എത്താവുന്ന ഒരാൾ പറഞ്ഞു. അതാ ഇതിലേ വന്നത്. എടോ അനീഷേ, സാർ, ഇതുവഴി പോയാ കോട്ടയോ? ഇതുവഴി പോയാ മൂന്നാറ്, തേനി, കമ്പം, പിന്നെ കുറച്ചുകൂടി പോയാ ബംഗാൾ ഉൾക്കടല്. ഓവറാ കേട്ടോ. സാർ, ആളാരാ? മോന ആ, അപ്പോ താനാരാ? മോള? ഞാൻ അതെ. ഇന്നിനിപ്പോ എങ്ങനെ കോഴിക്കോട് വരെ എത്തും? അത് കൊല്ലത്തുനിന്ന് ഇതുവരെ എത്തിയില്ലേ, അതുപോലെ. കോട്ടയം വരെ ഇവിടുന്ന് ഒരു വണ്ടി പോകുന്നുണ്ട്. എന്താ, പോണോ? கோட்டயம் மலரிக்கல். ஓ அங்க இருந்து ஒரு போலீஸ் வண்டி போகுது போல. எப்படி அப்படியே பிடிச்சு போயிட்டு இருக்காங்க. வா ബ്രോ, തന്റെ ചെയ്യേണ്ട വല്ല വിവരമുണ്ടോ? ഇല്ലടാ. എന്താണ് ആക്ച്വലി എന്താ പുള്ളിക്ക് പറ്റിയത്? ഇന്നലെ ഓഫീസിൽ നിന്നൊക്കെ പറഞ്ഞു പോയതാ, കോൺഫറൻസ് എന്തൊക്കെയോ. ഇപ്പൊ ആള് മിസ്സിംഗ് ആണ്. ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോണം?
പക്ഷെ പോലീസിനെ പട്ടാളത്തേക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പോലീസും പട്ടാളൊക്കെ അവിടെ നിൽക്കട്ടെ, അവര് കണ്ടുപിടിക്കുന്നതിന് മുന്നേ തന്റെ ചേട്ടനാ നമുക്ക് കണ്ടുപിടിച്ചാലാ. എങ്ങനെ? ഇവിടുന്ന് ഇനി എങ്ങനെയാണാവോ? ഞാനിപ്പോ വരാം. ഇന്ത്യൻ ഭരണഘടനയിൽ എനിക്ക് പരിപൂർണ വിശ്വാസമാണ്. എനിക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ ഗൂഢാലോചനയാണെന്നും എന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെടുമെന്ന് ഞാനും എന്റെ the court won't prove. Otherwise, I am very sure about that. ഇങ്ങനെ ഒരു ഹർത്താൽ ദിവസം സാറിന് ഇവിടെ എത്താൻ ബുദ്ധിമുട്ടായോ? ഞാൻ ഇന്നലെ ഇവിടെ എന്റെ വീട്ടിലുണ്ടായിരുന്നു. ഞാനൊരു പൊതുപ്രവർത്തകനല്ലേ, ഹർത്താലൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. സാറിന് ഇവിടുന്ന് എങ്ങോട്ടാണ് പോകുന്നത്? ഇതാരാ? എനിക്കറിയില്ല. ഞാൻ എറണാകുളത്തേക്കാ. കളപ്പുരയ്ക്കൽ ബിഷപ്പ് ഹോസ്പിറ്റലാന്നേ, അദ്ദേഹത്തെ ഒന്ന് പോയി കണ്ടുവരണം. ഞങ്ങള് 3 ആളുണ്ട്, ഞങ്ങളെ കൂടെ ഒന്ന് കൂടെ കൊണ്ടുപോവോ? താങ്ക് യു സർ. എല്ലാരും കൂടി കൊച്ചിന് കേട്ട് കിളം കുറിച്ച് പോയത്. ഒരു മന്ത്രിയുടെ വണ്ടിയിൽ യാത്ര ചെയ്യണത്. കോഴിക്കോട് എവിടെയാന്നാ പറഞ്ഞേ? രാമനാട്ടുകര. അതങ്ങ് മലപ്പുറം ജില്ലയിലല്ലയോ? ബോർഡർ. വളരെ അത്യാവശ്യമായിട്ട് ഞങ്ങൾക്ക് കോഴിക്കോട് എത്താനുള്ളത്, അതുകൊണ്ട് ഞാൻ മടിയിൽ വെക്കാൻ അപ്പൊ അവിടെ വരെ പോവുകയല്ലേ? ഇല്ല സാർ. എന്നതാ മോളുടെ പേര്? നാരായണി. ഇയാളുടെയോ? ഹരികൃഷ്ണൻ. എന്നതാ ചെയ്യുന്നേ? എംബെഡഡ് FPGA ആർക്കിടെക്ട്. ഓ, ഫ്യൂച്ചർ. മോളെന്നതാ ചെയ്യുന്നേ? ഞാനൊരു സോഷ്യൽ വെൽഫെയർ ട്രെയിനിയാണ്, തിരുവനന്തപുരത്ത് ഒരു NGO യുടെ കൂടെ. ഏത് NGO? സാറിന്റെ ഡിപ്പാർട്ട്മെന്റിലെ ഹെൽത്ത്. അതെ. മുല്ലശ്ശേരി കനാൽ വഴി വല്ലതും പോയിട്ടുണ്ടോ? എന്തൊരു പൊല്യൂട്ടഡാ സാർ. അതെല്ലാം ഏർപ്പാടാക്കി കഴിഞ്ഞു. ഇയാൾ പത്രം ഒന്നും വായിക്കാറില്ലേ? സാറേ, അവിടെയും റോഡ് ബ്ലോക്കാ. ഓ, എടാ താൻ വണ്ടി പാലാക്കി തിരിച്ചു വിട്ടേ, തിരുമേനി പിന്നെ കാണാം. അല്ല, അപ്പൊ ഞങ്ങള്. ഓ, അപ്പൊ ഇവരുടെ കാര്യം എന്നതാ ചെയ്യുന്നേ? നമുക്കിവിടെ ഈ റോഡിലിറങ്ങാൻ സാർ, തൊട്ടടുത്ത ജംഗ്ഷൻ. ആ, അതാ. അല്ല, അവിടുന്ന് താനൊരു കാര്യം ചെയ്യും, ഒന്ന് വിളിച്ചൊരു പോലീസ് ജീപ്പ് പറയും ഇവർക്ക് പോകാൻ വേണ്ടി. ആ, അയ്യോ, നടക്കണാവോ? ആവശ്യമില്ലാത്തവരോ കുസർ ചോദ്യം ചോദിച്ച് ഉള്ള വണ്ടി കൊണ്ടേ കളഞ്ഞു. പോട്ടെ, സാരില്ല സാരില്ല. ഹരി എന്തായാലും രക്ഷപ്പെട്ടു, എറണാകുളം വരെ എത്തി. ഇനി നടന്നായാലും വീട്ടിലേക്ക് പോവാലോ. നമസ്തേ. ഇവിടെ ഒരു വണ്ടി ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. എന്തിന്? ഞങ്ങൾക്ക് പോവാൻ. നിങ്ങൾക്ക് പോവാനോ? ആ, മിനിസ്റ്റർ വിളിച്ച് പറഞ്ഞില്ലേ? മിനിസ്റ്ററോ? ആ, ഏത് മിനിസ്റ്റർ? ഹെൽത്ത് മിനിസ്റ്റർ. അദ്ദേഹത്തിന്റെ വണ്ടിയിലാണ് ഞങ്ങൾ ഇവിടം വരെ. മിനിസ്റ്ററുടെ ആരാ? മിനിസ്റ്റർ പഠിപ്പിച്ച മാഷ. ഓ, വണ്ടി ഒന്നുകൂടെ കിടപ്പുണ്ട്, പക്ഷെ അത് ഓടില്ല. അതൊന്ന് ശരിയായി കിട്ടിയാ എയർപോർട്ട് വരെ ഡ്രോപ്പ് ചെയ്യാം. என்ன பேர் பார்க்க போறாரா? பேச மட்டும் தான் தெரியல, மிச்சதெல்லாம் கரெக்டா வருது. വണ്ടി സ്റ്റാർട്ടായി. താനാള് കൊള്ളാലോ. ആ, ഇനി ശരി. அவங்க வாய் சொல்றாங்க. ஏன் இவர் ஏரியாக்கு வந்துட்டார்ல. ഇയാള് കയറുന്നില്ല. இல்ல ஏறாரு. ഹരി അപ്പൊ വീട്ടിലേക്കല്ലേ? ഇല്ല, ഞാനും വരാം. കോഴിക്കോട്ടേക്കോ? ആ, ഇവിടെ ഇറങ്ങിക്കോളൂ. ആ, മിനിസ്റ്ററോടെ പ്രത്യേക അന്വേഷണം പറയണം. താങ്ക് യു സർ. വലിയൊരു ആയിക്കോട്ടെ. இவரு இந்த இதான் சொன்னல, விக்ரம் படத்துல ஒரு சொன்னல. என்னப்பா அங்க போலீஸ் மந்திரி எல்லாத்துலயும் இருக்கு. നിങ്ങൾ എങ്ങടേക്ക് പോണേ? കോഴിക്കോട്. ഞാൻ ചാവക്കാട്ടേക്കാ. ഓ, ഞാൻ എനിക്കൊരു മോനുണ്ടായേ. ഓഹോ. ഞാൻ രാവിലെ ദുബായിൽ നിന്നുള്ള ഫ്ലൈറ്റിന് വന്നതാ. എന്നെ കൂട്ടിക്കൊണ്ടുവരാൻ വണ്ടിയെല്ലാം വരുന്നുണ്ട്. പക്ഷെ അത് ഈ ഹർത്താലാരെ എവിടെയാണ്ട് പിടിച്ചു വെച്ചേക്കാ. ഞാൻ സ്റ്റേഷനിലും പോയി നോക്കി, ട്രെയിനും ഇല്ല. ഈ ഹർത്താലൊക്കെ എന്ന് തീരോ? ഒന്ന് വേണം ഇറങ്ങടി. ഓരോ ഇന്ത്യൻ പൗരനും ഹർത്താൽ നടത്താനുള്ള അവകാശമുണ്ട്. അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഒരു പൗരന് മറ്റൊരു പൗരന്റെ റൈറ്റ് ഓഫ് മൂവ്മെന്റ് ഒബ്സ്ട്രക്ട് ചെയ്യാൻ പറ്റുമോ? അതും ശരിയാണ്. ഇതൊരു ഒബ്സ്റ്റക്കിളായിട്ട് ആരും കണക്കാക്കുന്നില്ലല്ലോ. ഇതൊരു ആഘോഷമല്ലേ, അവധി. അവിടെ എന്നിട്ട് ഒറ്റ വണ്ടി കിട്ടുന്നില്ല. ബന്ധല്ലേ സുഹൃത്തെ? ഇവിടെ എന്നാ ഇനി കിട്ടുമോ? ഞങ്ങളും അത് തന്നെയാ. എന്താ വഴി നോക്കി നിൽക്കുക. அந்த கார்ல எப்படி எத்தனை பேரு? போற வரைக்கும் போக வேண்டியதான். ஐயோ, அவங்க ஏறி போயிட்டாங்க. பிரஸ், அதனால பிரஸ் போகுது. എല്ലാവർക്കും ഉണ്ടാവില്ലേ? ஒரு பக்கம் தேடிட்டு வராங்க. கையாய் மீது வாங்க வருது. இப்படி காமிச்சு
இவனுக்கு இதான் சாக்குன்னு சொல்லிட்டு வேலையை கட்ட ஆரம்பிச்சிட்டானுங்க. வச்சு என்ன மாடியிலே உட்காந்துட்டு போறாரு மேல. வேணும்னு டிஸ்டர்ப் பண்றாருப்பா. இது ஏற்கனவே போய் அடி வாங்கிட்டு வந்துருச்சுன்னு பயங்கர கான்சியஸா இருக்காருல்ல அவர் எல்லாத்துலயுமே. அவங்கள வேணும்னே ஓட விட்டு பிரச்சனை அவர் கேரக்டர் தெரிஞ்சிடுச்சு இவங்களுக்கு. படத்துல லொகேஷனே மாசம் எடுத்து வச்சுட்டு இருக்காங்க. அவர் மட்டும் தனியா தெரியாது. இந்த காதுல தேங்காய் போடுறாங்கல்லப்பா, இது தொவினவும் போட்டுருப்பாருப்பா நிறைய வீடுல சீட்டாடும் பொழுது. அந்த தென்னங்குருத்து இருக்குல்ல, அது தோடு மாதிரி செஞ்சு போடுறாங்க. എവിടെ അതേപോലെ മാഷേ ആ ആ വരൂ വരൂ. நல்லா இருக்கே. ரயில்வே ஸ்டேஷன் தானே இது? FPG architect. அப்படின்னா ഈ മീൻ പിടിക്കാനായിട്ട് എന്തെങ്കിലും ടെക്നോളജി എനിക്കിഷ്ടാ. പറ്റിച്ചേ. ഇത് എവിടുന്ന ഇപ്പോ? பிரேம்ஜி தானே மேல இருந்து வந்துட்டு இருக்கிறது. எங்க போற? ஆமா ஆமா. குழந்தை இப்படி தனியே விடலாமா? இல்ல அங்க ஒரு வேலையா இருந்தேன், அதான் கவனிக்கல. பேலி அம்மா கிட்ட போமா, அம்மா கிட்ட போ, அம்மா கிட்ட போயிரு. பிரேம்ஜி வித்தியாசமா இருக்காரு. லாரி டிரைவர் மாதிரி இருக்காரு. பேக்கும் கையுமா ரொம்ப தூரத்துல இருந்து வர மாதிரி தெரியுது. ഞങ്ങള് வாங்க, என் வீடு இங்க தான் இருக்கு, அங்க போலாம். வாங்க வாங்க, காமி வாங்க, இங்க தான் இருக்கு, வாங்க ட்ரெஸ் வித்தியாசமா இருக்கு. அதான் வாங்க வாங்க. ஆக்சுவலா அவரை வந்து நார்த் இந்தியன் மாதிரி காமிச்சிருக்காங்க இல்ல இல்ல இல்லன்னா அவங்கள மேரேஜ் பண்ணிருக்காங்க. அவங்கள அங்க பாரு, அவங்க வந்துட்டு நார்த். வாங்க. இந்த பேங்கிள் ஏதோ ஒரு ட்ரெடிஷன்ல போடுவாங்கப்பா, பெங்காலிஸ்லயா. കാലിക്കട്ട് വരേക്കും പോണം. മനൈവി ഉടമ്പ് ശരിയല്ലേ? ஓ ஓ, வண்டியில டீசல் கம்மியா இருக்கு. இந்த பெட்ரோல் டீசல் எதுவும் கிடைக்கும்? இந்த வேணா வேணா ஒன்று பண்ணலாம். சரோஜா, இந்த வண்டி எவ்வளவு தூரம்? அவ்வளவு தூரத்துல உங்களை வேணா நான் இறக்கி விட்டுறேன். இவங்க ஓடிட்டு இருக்காங்க. தம்பி உங்க பேர் என்ன? வியோம்கேஷ். ஓ, இது என் ஒய்ஃப் லஜ்ஜோ, இது என் பொண்ணு பியாலி. വ്യോംകേഷ്. ശരദേന്ദു ബന്ദ്യോപാധ്യായ നോവലില് உங்க பேர்ல ஒரு டிடெக்டிவ் கேரக்டர் இருக்கு தெரியுமா? அப்படியா? ஆ, டிடெக்டிவா? ஆ, ஏன் பேர்லையா? ஆமா. சத்தியமா தெரியாதுங்க. டாடி யூ கிரேட். அந்த வியோம்கேஷ் வேணா பெரிய ஹீரோ வந்திருக்கலாம். ஆனா நான் இங்க வந்ததுலேருந்து இதுதான் 3வது ஹர்த்தால். நேத்துலேருந்து இங்கே தங்குற மாதிரி ஆயிடுச்சு. அப்போ நீங்க இங்க வந்துட்டு ஒரு மாசம் ஆயிடுமா? ஒரு மாசம் மேலே ஆயிடுச்சு. ஆக்சுவலா 45 days, 45 நாள் மேலே ஆயிடுச்சு. உங்களை பார்த்தா நிறைய இடத்துல போயிட்டு வர்ற மாதிரி இருக்கே. ஆமாங்க. இந்த மாதிரி பெந்து வேற இடத்துல எல்லாம் இருக்கா? இல்லையே. ஆனா அம்மா எங்க எல்லாம் போயிருக்க? எல்லா தேவி கோயிலுக்கும் போறோம், போயிட்டு இருக்கோம். என் ஒய்ஃபுக்கு தமிழ் தெரியாது, அவங்க கட்சி. எனக்கு கட்சி தெரியாது. உன் கை பாஷா மே போலோ. குஜராத்தி எல்லா லாங்குவேஜ் பேசுறது. કચ્ચીમાં கச்சிமா. આઈ કેતરો બોલી ચંદા. ஓ, நான் பேச நினைப்பதெல்லாம் நீ வேண்டும். பழைய சாங் தமிழ் இது. உறவாட வேண்டும். அப்பா அடிக்கடி போடுவாங்க இந்த பாட்டை. വാ വാ വാ. വ്യോങ്കേഷ്, പിയാലിക്ക് എവ്വളോ എത്തന വയസ്സ് എത്രയായി? இந்த சின்னிக்குட்டி எங்களுக்கு பிறந்தது குஜராத்தில் 4 வருஷத்துக்கு முன்னாடி. പിയാലി കളിക്കാനാവോ? ആദ്യേ ഇവർക്ക് പരസ്പരം സംസാരിക്കാൻ ഭാഷ അറിയില്ലെങ്കിൽ ഇയാള് എങ്ങനെയാ ഇവരെ ഇഷ്ടമാണെന്ന് எனக்கு இந்த டவுட் இருந்துச்சு. അതൊന്ന് ചോദിക്കും. எனக்கு தோணுச்சு. வியோம், சொல்லுங்க. நானி உங்ககிட்ட கேட்கணும்னு சொல்றாரு. கேளுங்க. நீங்க எந்த பாஷையில லஜ்ஜங்கிட்ட சொன்ன உங்க காதலை பற்றி? காதலுக்கு மொழி தடை இல்லை, அனுபவம் மட்டும்தான் முக்கியம். മനസ്സിലായോ? സ്നേഹം പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത് അനുഭവിച്ചു തന്നെ അറിയണം. தன்னாலே காதல சொல்லியிருப்பாரு. என்ன பாக்குறீங்க?
எதுக்கு 2 வாட்ச் கட்டிருக்கேன்னா, ஒன்று அவள் எனக்கு கிடைச்ச டைம், இன்னொன்று நாங்கள் 2 பேரும் சேர்ந்து வாழ்ந்துட்டு இருக்கிற டைம். ஓ. சார், ஆ. நான் இப்போ வரைக்கும் அவகிட்ட சேகையில் தான் பேசிட்டு இருக்கேன். நான் அவகிட்ட ஒன்று கேட்கணும். அதுക്ക് മുന്നാടി ഞാനൊന്ന് ചോദിക്കട്ടുമാ? சொல்லுங்க. ഈ ഭാഷ അറിയില്ലെങ്കിൽ കുട്ടി അപ്പൊ എപ്പടി? அதுக்கு எதுக்கு மொழி? எவ்வளவோ பண்ணிட்டோம், இதை பண்ண மாட்டோமா? அவரோட டைலாக். ஆமா, என்ன என்ன கேட்கணும் லட்சம் கிட்ட? என்கிட்ட அவளுக்கு பிடிச்ச விஷயம் என்னன்னு கேட்டு சொல்லுங்க. அவ்வளவுதானே? அவ்வளோதான். लजा एन नाम तमने सऊदी बाजारे सुख में छे? मुझे मेडे पसंद आए, उनमें मुझे गणे पसंद आए. ओ ஐயோ என்னமோ சொல்லி வைக்கப்பட்டுட்டாங்க. மீச மீச தான் பிடிக்கும். ஓ அப்படியா? ரகடான கிளா இருக்காங்களே. ம். அவர் குறுகுறுன்னு பாக்குறாரு. என்னது காஃபி போடுறேன். இந்த வேனை வீடா இதான் உயிர் தமிழுக்கு தமிழ். உடல். தேங்க்யூ ஃபார் வாட்சிங் பார்ட் 3. நம்ம அடுத்த பாட்டில் சந்திப்போம். Bye. பாய்.